മിക്ക മാസങ്ങളിലും ഓച്ചിറയിൽ പോകുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ കർക്കിടക മാസമായാൽ കർക്കിടക സദ്യ കൂടി കഴിക്കാമല്ലോ എന്നൊരു സന്തോഷം കൂടിയുണ്ട്. അങ്ങനെ കർക്കിടകം 1-ാം തീയതി തന്നെ ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഓച്ചിറയിൽ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. തൊഴുത് കഴിഞ്ഞ് കർക്കിടക സദ്യ കൂടെ കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പോയത്. ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു, തൊഴാനും സദ്യ കഴിക്കാനും എല്ലാത്തിനും. ഓച്ചിറയിലെ കർക്കിടക സദ്യയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു സാധാരണ സദ്യ മാത്രമല്ല, കർക്കിടക മാസത്തിന്റെ ആരോഗ്യപരവും ആചാരപരവുമായ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യ ഭക്ഷണാനുഭവം തന്നെയാണ്. പിന്നെ കർക്കിടക മാസത്തിൽ ശരീരത്തിന് ലഘുവായതും ആരോഗ്യപരമായതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഏതെല്ലാം ദേശങ്ങളിൽ നിന്നും എത്തുന്നവരെയാണെന്നോ നമുക്കിവിടെ കാണാൻ സാധിക്കുക. പക്ഷെ അവരെല്ലാവരും ഒരേ മനസ്സോടെ, വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ മണിക്കൂറുകളോളം സന്തോഷത്തോടെ ക്യൂ നിന്നാണ് ഈ ഭക്ഷണം വാങ്ങി കഴിക്കുന്നത്. ലളിതമായ ഭക്ഷണത്തിലൂടെ ആരോഗ്യവും പ്രകൃതിയോടുള്ള ഒരു അടുപ്പവും ഒക്കെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് ഈ കർക്കിടക സദ്യയുടെ ഒരു പ്രത്യേകത തന്നെ. ഞങ്ങളും ഏകദേശം 1.5-2 മണിക്കൂറിന് അടുപ്പിച്ച് ക്യൂ നിന്നിട്ടാണ് നമുക്കും ഭക്ഷണം കിട്ടിയത്. പക്ഷെ സത്യം പറയാലോ, ഇത്രയും നേരം ക്യൂ നിന്നിട്ട് ഈ ചോറിങ്ങനെ കൈകളിലോട്ട് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് എവിടെ പോയി എന്ത് കഴിച്ചാലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ നാടൻ വിഭവങ്ങളുടെ സുഗന്ധവും രുചിയും ഭക്തരുടെ തിരക്കും ക്ഷേത്രത്തിന്റെ പവിത്രതയും ചേർന്ന് ഈ സദ്യയെ മനോഹരമാക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഇതിനകത്തുണ്ട്. ഞാനിപ്പോൾ ചോറൊക്കെ വളരെ കുറച്ചാണ് കഴിക്കുന്നെങ്കിലും ഇതിനകത്ത് ഒരു അരി പോലും കളയാൻ എനിക്ക് തോന്നിയിരുന്നില്ല. എല്ലാ ചോറും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും ഇത്. 3 മണിക്ക് ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴും വരിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ കഴിഞ്ഞു. ബാക്കി വിശേഷം നാളെ പറയാമേ.